ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മ ഇന്ന് വേളാങ്കണ്ണിയിലേക്കാണ് കേട്ടോ പോണേ. നമ്മിപ്പോൾ എറണാകുളം ടൗണിൽ നിന്നാണ് ട്രെയിൻ കയറിയേക്കണത്. അപ്പോൾ ഒരു 10:30 ടൈം ആയിട്ടുണ്ടാവും നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ കയറി. ഇതേ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ കാണുന്നത്, റൺവേ ആണ് ഈ കാണുന്നത്. അവിടുത്തെ നൈറ്റ് വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് കിടന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. രാവിലെ തമിഴ്നാട് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം നിറച്ച് പച്ചപ്പും അതുപോലെ തന്നെ കുറേ ഈ പറഞ്ഞ പോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്താണ്ട് ഈ കാണണേ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം നിന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഒരു 10:30 ആയപ്പോൾ ട്രെയിൻ കയറിയത്. പിറ്റേ ദിവസം 10:30 രാവിലെ 10:30 എത്തുന്നതാണ് കാണിച്ചത്. പക്ഷേ നമ്മുടെ ആപ്പിൽ നോക്കിയപ്പോൾ 11 മണി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഡിലേ ഉണ്ട്. അതനുസരിച്ചാണ് ആ ടൈമിങ്ങിൽ മാറ്റം വന്നേക്കണേ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ട്രെയിനിൽ നിന്ന് നമ്മൾ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഫുഡൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു. നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ നാഗപട്ടണത്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ നാഗപട്ടണത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റാണ് എടുത്തിരുന്നത് വെച്ചാൽ, കാരണം നമ്മുടെ വേളാങ്കണ്ണിയിലേക്കുള്ള ഡയറക്റ്റ് ട്രെയിന് 2 ദിവസം മാത്രമേ ഉള്ളൂ. അതായത് ശനിയും തിങ്കളും മാത്രമേ ഉള്ളൂ നമ്മുടെ അവിടെ നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് നേരെ വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിൽ വന്ന് ഇറങ്ങി കേട്ടോ. ബസ്സിനാണ് തിരിച്ച് പോകുന്നത്. പോയപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷക്കാണ് പോയത്. അങ്ങനെ അവിടെ എത്തി മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് നമ്മൾ പള്ളിയിലേക്ക് പതിയെ പോകുന്നു കേട്ടോ. പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ച് നമ്മൾ കുറേ നാളായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച ഒരു പള്ളിയാണ് കേട്ടത്. അങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ ഈ പള്ളിയിൽ വന്നു. അത് കഴിഞ്ഞതേ എൻ്റെ അനിയന് മുട്ടയടിക്കുന്ന ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ മുട്ടയടിച്ച് അങ്ങനെ അവിടെയൊക്കെ നിന്ന് ധാരാളം പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ മുട്ടയടിക്കാനൊക്കെ ആണെങ്കിലും ധാരാളം പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ അവിടെ ഞങ്ങൾ പോകുന്നു കേട്ടോ. പതിയെ അവിടെ അടുത്ത് 2-3 പള്ളികളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നടന്ന് കണ്ടു. ഞങ്ങൾക്ക് അധികം ടൈമിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾക്ക് ആകെ ഒരു ദിവസത്തെ ഇതിലാണ് ഞങ്ങൾ പോയത്. വേറെ സ്റ്റേ ഒന്നും അടിച്ചൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് ലീവ് കുറവാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇപ്പോൾ ഞങ്ങൾ 11 മണിയായപ്പോൾ എത്തി. തിരിച്ച് 4 മണി കഴിഞ്ഞപ്പോൾ തിരിച്ച് പോന്നു. കാരണം എനിക്കും എൻ്റെ അനിയനും ലീവ് കിട്ടാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ വേറെ ഒരു ദിവസം വരുമ്പോൾ സ്റ്റേ ചെയ്തൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം വേഗം ഓടി നടന്ന് കണ്ട്. ബീച്ചിൽ പോകാൻ പറ്റില്ല കേട്ടോ. അതെന്തേ, ഇത് തിരുഹൃദയത്തിൻ്റെ വലിയൊരു രൂപമാണ് കേട്ടോ. വലിയെന്ന് വെച്ചാൽ നല്ല വലിയ രൂപമാണേ. അങ്ങനെ അവിടെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ച് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ബസ്സിന് തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് പതിയെ ട്രെയിനിലേക്ക് കയറി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.